വാസുദേവായ. ദശകം 10 ശ്ലോക 10. ജാനൻ ഉപായം അദദേഹം അജഹ വിഭജ്യ സ്ത്രീ പുംസഭാവം അഭജൻ മനുതത് വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർധയൻ ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഗാൻ. ശ്രീഹരേ നമഃ. ജാനൻ സൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ, ഉപായം മാർഗം അറിഞ്ഞുകൊണ്ട്, അധ അനന്തരം, ദേഹം ശരീരം, അജഹ ബ്രഹ്മാവ്, വിഭജ്യ പകുത്ത്, സ്ത്രീ പുംസ സ്ത്രീ പുരുഷ ഭാവം സ്വഭാവത്തെ, അഭജൻ അവലംബിച്ചുകൊണ്ട്, മനു സ്വയംഭുവ മനു, തത് ശതരൂപയായ, വധൂഭ്യാം പത്നി, താഭ്യാം അവരെ, ച ചേർന്ന്, മാനുഷകുലാനി മനുഷ്യവംശം, വിവർധയൻ വർദ്ധിപ്പിച്ചു, ത്വം ഭഗവാൻ ഗോവിന്ദ വിഷ്ണു, മാരുതപുരേശ ഗുരുവായൂർ വാസി, നിരുന്തി ശമിപ്പിക്കണമേ രോഗാൻ രോഗത്തെ. ഈ 10ാമത്തെ ദശകത്തിൽ ബ്രഹ്മാവിന്റെ സൃഷ്ടിഭേദങ്ങളെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. അതിൽ ബ്രഹ്മാവ് വളരെ മഹത്തായ പല സൃഷ്ടികളും നടത്തി. അതിൽ സപ്തഋഷികൾ, അതുപോലെ വസിഷ്ഠർ, ദക്ഷൻ, അതുപോലെ ശ്രീ നാരദർ, സരസ്വതി ദേവി, അങ്ങനെ എല്ലാരെയും സൃഷ്ടിക്കുകയും അതിനുശേഷം പുത്രന്മാർക്ക് വേദങ്ങൾ ഇതിഹാസങ്ങളെല്ലാം എല്ലാവിധ വിദ്യകളും പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം അങ്ങനെ സൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള മാർഗത്തെ അറിഞ്ഞുകൊണ്ട് അനന്തരം ആ ബ്രഹ്മാവ് സ്ത്രീ പുരുഷ ശരീരത്തെ സ്വഭാവത്തെ പകുത്തുകൊണ്ട് അവരെ അവലംബിച്ചുകൊണ്ട് സ്വയംഭുവ മനുവിനെയും ശതരൂപയായ ദേവിയെയും സൃഷ്ടിക്കുകയും അവരെ മനുഷ്യവംശത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഭഗവാന്റെ പ്രേരണ മൂലം ബ്രഹ്മാവ് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എൻ്റെ എല്ലാ രോഗത്തെയും ശമിപ്പിക്കണമേ എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ പറയുന്നത്. ദേഹമജോ വിഭജ്യ സ്ത്രീ പുംസഭാവമപജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർധയംസ്ത്വം ഗോവിന്ദ മാരുതപുരേശ നിരുന്തിരോഗാൻ. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.